ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മോമിക്കോം കേരള. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ഈസ്റ്ററിനും ക്രിസ്മസിനൊക്കെ നമ്മൾ സ്പെഷ്യലായിട്ടുണ്ടാക്കുന്ന ഒരു അടിപൊളി വട്ടയപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇതിനു വേണ്ടി ഞാനിവിടെ 1 കപ്പ് പച്ചരി 4 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം കഴുകിയെടുത്ത് വെച്ചിരിക്കുന്നതാണിത്. ഇനി നമുക്ക് വേണ്ട ഈസ്റ്റാണ്. അപ്പോൾ ഈസ്റ്റ് ഒന്ന് പുളിപ്പിച്ചെടുക്കാൻ വേണ്ടി നമുക്ക് ഒരു 4 ടേബിൾ സ്പൂൺ ചെറു ചൂടുവെള്ളത്തിലേക്ക് 1 ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിലേക്ക് തന്നെ 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾക്ക് വേണ്ടത് 1/4 കപ്പ് തേങ്ങയാണ്. അതുപോലെ തന്നെ നമ്മുടെ വട്ടയപ്പം നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടി നമുക്ക് വേവിച്ച ചോറ് ചേർക്കണം. അതൊരു 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ പഞ്ചസാരയും ഒരു 1/4 കപ്പ്. ഇനി നമ്മളിവിടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന പച്ചരിയും തേങ്ങയും പിന്നെ ചോറും അതുപോലെ തന്നെ പഞ്ചസാരയും പിന്നെ ഈ കൂടെ ഞാനിവിടെ ഒരു 7 ഏലക്കയുടെ കുരു എടുത്തിട്ടുണ്ട്. ആ കുരുവും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഈ സമയം കൊണ്ട് നമ്മുടെ ഈസ്റ്റ് ഇവിടെ നന്നായിട്ട് പൊങ്ങി ആക്റ്റീവായിട്ടുണ്ട്. ഇതും കൂടെ നമുക്കിതിലേക്ക് ചേർക്കാം. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഒത്തിരി വെള്ളം പാടില്ല, നകങ്ങി കടയ്ക്കാൻ പാകത്തിന് വെള്ളം. എന്നിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കണം. ഇതപ്പോൾ അങ്ങനെ ഞാനിതിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ ദോശമാവിൻ്റെയൊക്കെ ഒരു പരുവത്തിന് വേണം അരച്ചെടുക്കാൻ. പിന്നെ ഇച്ചിരി തരി പോലെ വേണം, എന്നാലാണ് നമ്മുടെ വട്ടയപ്പം നല്ല സോഫ്റ്റ് ആവുള്ളൂ. ഇനി നമുക്ക് ഈ മാവ് നന്നായി പൊങ്ങി കിട്ടാൻ വേണ്ടി ഒരു 3-4 മണിക്കൂർ നേരത്തേക്ക് അടച്ച് മാറ്റി വയ്ക്കാം. അങ്ങനെ ഒരു 3 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ മാവ് ഇവിടെ നന്നായി പുളിച്ച് പൊങ്ങിയിട്ടുണ്ട്. നമ്മളിങ്ങനെ മാവ് അരച്ച് വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കരുത്. തുറന്ന് നോക്കുമ്പം മാവ് പുളിക്കാനുള്ള ചാൻസ് കുറവാണ്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വട്ടയപ്പം ഉണ്ടാക്കാം. ഇനി ഈ വട്ടയപ്പം ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു സ്റ്റീലിൻ്റെ പ്ലേറ്റാണ് എടുത്തേക്കണേ. ഇനി നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഒന്ന് എണ്ണ തടവി കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഒരു 1/4 പോർഷൻ മാവ് ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് തട്ടി കൊടുക്കണം. എയർ ബബിൾസ് ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യണേ. അതുപോലെ ഈ സമയം കൊണ്ട് ഞാൻ അടുപ്പത്ത് ഒരു ഇഡ്ഡലി പാത്രം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് വെള്ളമൊക്കെ തിളച്ച് നല്ലപോലെ ആവി വരുന്നുണ്ട്. ഈ സമയം നമുക്ക് നമ്മുടെ വട്ടയപ്പത്തിൻ്റെ കൂട്ട് ഇതിലേക്ക് ഇറക്കി വെച്ച് അടച്ചു വയ്ക്കാം. അങ്ങനെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനത് തുറന്നു നോക്കിയപ്പോൾ പാതി വെന്തിട്ടുണ്ട്. ഈ സമയം നമുക്ക് കുറച്ച് ഉണക്കമുന്തിരിയും കാഷ്യൂനട്ടും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനൊരു പപ്പടം കുത്തി വെച്ച് ഇങ്ങനെ കുത്തി നോക്കിയപ്പോൾ മാവൊന്നും ഒട്ടിപ്പിടിക്കുന്നില്ല, ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്. അതായത് ഇത് വെന്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്കൊരു സ്പൂൺ വെച്ച് ഇതുപോലെ അരിവൊക്കെ ഒന്ന് ഇടിയിപ്പിച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് ഇതുപോലെ ഒന്ന് കമിഴ്ത്തിയെടുക്കാം. ഇനി നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ ഇത് വളരെ സോഫ്റ്റാണെന്ന്. വളരെ സോഫ്റ്റാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ബാക്കി ഉണ്ടായിരുന്ന മാവ് ഞാൻ ഇതുപോലെ ഇഡ്ഡലിത്തട്ടിൽ വെച്ച് പുഴുങ്ങിയെടുക്കുകയാണ് ചെയ്തത്. ഇത് നമ്മുടെ കുട്ടികളുടെ ടിഫിൻ ബോക്സിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ട് കൊടുത്തുവിടാം. പിന്നെ നമ്മളൊരു 1.5-2 വയസ്സുള്ള കുട്ടികളായിട്ട് എവിടെയെങ്കിലും ട്രാവൽ ചെയ്യുവാണെങ്കിൽ ഇതുപോലെ ഒരു 2-3 ഉണ്ടാക്കി കൊണ്ടുപോവുകയാണെങ്കിൽ അവർക്ക് വിശക്കുമ്പോൾ ഇത് കൊടുക്കാം. അവർക്കാണെങ്കിൽ കൈ പിടിച്ച് കഴിക്കാനും എളുപ്പമായിരിക്കും. പിന്നെ പുറത്തെ ഫുഡൊന്നും ചെറിയ കുട്ടികൾക്ക് കൊടുക്കുന്നത് അത്ര ഹെൽത്തി അല്ലല്ലോ. ഇതാവുമ്പോൾ നമ്മൾ വീട്ടിലുണ്ടാക്കിയതാണ്, ഹെൽത്തിയുമാണ്, പിള്ളേർക്കിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്യും, അവരുടെ വയറും അറിയും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.